ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഇന്ന് പെന്തക്കുസ്ത ദിനമാണ്. അപ്പസ്തോലന്മാരുടെ മേൽ ഒരു ഉന്നതമായ അഭിഷേകം സെഹിയോൻ മാളികയിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയ ദിനം. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് സ്നേഹം. മറ്റൊരു വാക്യം പറഞ്ഞാൽ പെന്തക്കുസ്ത ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ വെളിപ്പെട്ടത് കാൽവരിയിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ അഭിഷേകമാണ്. ഈ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അത് കുരിശിൻ്റെ സ്നേഹമാണ്. ലോകം നമ്മോട് ഇന്നുവരെ കാണിച്ച സ്നേഹമല്ല ഈശോ കാൽവരിയിൽ വെളിപ്പെടുത്തിയത്. ലോകം നമ്മെ സ്നേഹിക്കും, എത്ര കാലം സ്നേഹിക്കും, ഏതറ്റം വരെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ യേശുവിൻ്റെ സ്നേഹം അത് കുരിശോളം എത്തിയ സ്നേഹമാണ്. അത് അവസാനത്തുള്ളി രക്തത്തോളം നമ്മെ സ്നേഹിച്ച സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം വ്യത്യസ്തമാണ്. ഈ സ്നേഹം വ്യത്യസ്തമാണെന്നറിയുകയും തന്നെ വഞ്ചിച്ചവനെയും ഉറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവരെയും ഒക്കെ ചേർത്ത് പിടിച്ച ആ സ്നേഹമുണ്ടല്ലോ. അന്ത്യത്താഴ സമയത്ത് പത്രോസിനും യൂദാസിനും മറ്റെല്ലാവർക്കും തൻ്റെ സ്നേഹത്തിൻ്റെ അത്താഴം വിളമ്പിയ പരിശുദ്ധമായ സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹമെന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിലാണ് നമ്മൾ വളരേണ്ടത്. ശത്രുവിനെ പോലും സ്നേഹിച്ച ആ സ്നേഹം, പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്നേഹം, ഈ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതം മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിന് പരിശുദ്ധാത്മാവിലുള്ള ഈ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സ്നേഹം. ആ സ്നേഹത്തിൻ്റെ അഭിഷേകം ഈ പെന്തക്കുസ്ത ദിനത്തിൽ നിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെയും അഭിഷേകം ചെയ്യട്ടെ, ഈ സ്നേഹത്താൽ അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. നമ്മളിന്ന് മനഃപ്പാഠമാക്കുന്ന കർത്താവിൻ്റെ വചനം 1 കൊരിന്തോസ് അതിൻ്റെ 13-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. 1 കൊരിന്തോസ് 13-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. നമുക്കിന്ന് ഈ പെന്തക്കുസ്ത ദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ പ്രവൃത്തിയാണ് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. എവിടെയെങ്കിലുമൊക്കെ സ്നേഹം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. പെന്തക്കുസ്ത ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലസ് യു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.